സത്യം പറഞ്ഞാൽ പലരും ഇത് സച്ചിൻ്റെ മോളിൽ എൻ്റെ മോളാണ് വിശ്വസിക്കില്ല. അതാണ് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. ഒരുപക്ഷെ ഞാനാണെങ്കിൽ പോലും എനിക്ക് ഈ ഭാഗ്യം എന്ന് പറയുന്നത് അടുത്ത ട്രോള് വരും. ഓ അവനവന്റെ കൊച്ചിനെ കളഞ്ഞിട്ട് ഇപ്പം വല്ലവന്റെ കൊച്ചിനെ സന്തോഷം അല്ലെങ്കിലും പറയണില്ലേ, അതൊക്കെ നോക്കി ഞാൻ എന്റെ ഉള്ളിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സായ് കുമാർ ആൻഡ് ബിന്ദു പണിക്കർ പരിചയപ്പെടുത്തലുകൾ ഏതും തന്നെ ആവശ്യമില്ലാത്ത മലയാളത്തിലെ ഗംഭീര അഭിനേതാക്കൾ. ഇവർ രണ്ടുപേരും ഒരുമിച്ച് സിനിമ ദിക്കു എന്ന് പറഞ്ഞ ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ ചെയ്ത മറ്റാരുമല്ല മറുനാടൻ മലയാളിയുടെ സാജൻ സ്കറിയാണ്. അപ്പൊ ഈ ഇന്റർവ്യൂവിൽ വെച്ച് സായ് കുമാറും ബിന്ദു പണിക്കറും പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇവരുടെ വിവാഹം, ബിന്ദുവിന്റെ ആദ്യ ഭർത്താവിന്റെ മരണം, സായ് കുമാറിന്റെ ആദ്യ ഭാര്യയുമായിട്ടുള്ള വേർപിരിയൽ, അങ്ങനെ കുറെ കാര്യങ്ങൾ. പക്ഷെ എല്ലാത്തിനും ഉപരി ശ്രദ്ധേയമായത് സായ് കുമാറിന് സ്വന്തം മകളായിട്ടുള്ള വൈഷ്ണവിയുമായും അതുപോലെ ബിന്ദു പണിക്കറുടെ മകളായ കല്യാണിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ്. സ്വന്തം മകൾ ജീവിച്ചിരുന്നിട്ടും അവളെ തിരിഞ്ഞു നോക്കാതെ ബിന്ദു പണിക്കറുടെ മകളെ കൊഞ്ചിച്ച് നടക്കുന്നു എന്നൊരു ആക്ഷേപം കുറെ കാലമായി സായ് കുമാർ കേൾക്കുന്നുണ്ട്. അതിനെല്ലാമുള്ള മറുപടി സായ് ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഈ സിനിമയിലൊക്കെ സജീവമാകുന്നതിന് മുമ്പ് തന്നെ വിവാഹം ചെയ്ത ഒരാളാണ് സായ് കുമാർ. അദ്ദേഹത്തിന്റെ കൂടെ നാടക ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്ന പ്രസന്ന കുമാരിയെ ആയിരുന്നു വിവാഹം ചെയ്തിരുന്നത്. 1986 തുടങ്ങി 2007 വരെ നീണ്ടു നിന്ന വിവാഹ ജീവിതത്തിലുണ്ടായ ഏക മകളാണ് വൈഷ്ണവി. വൈഷ്ണവി എന്ന് ഒരുപാട് പേര് അറിയും. സീരിയലുകളിലൊക്കെ സജീവമാണ് പുള്ളിക്കാരി. വൈഷ്ണവിയെ കാണുന്ന ഏതൊരാൾക്കും അത് സായ് കുമാറിന്റെ മകളാണെന്ന് പെട്ടെന്ന് പിടികിട്ടും. കാരണം അച്ഛനുമായി അത്രയും മുഖസാമ്യമുണ്ട്. നന്നായി അഭിനയിക്കുകയും ചെയ്യും. വളരെ ചെറുപ്പത്തിൽ തന്നെ വൈഷ്ണവിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചതാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തൊട്ടേ ഓഫറുകൾ വന്നിരുന്നു. ദിലീപിന്റെ മുല്ല എന്ന സിനിമയിൽ നായികയായിട്ട് മീരാനന്ദന് പകരം ആദ്യം കാസ്റ്റ് ചെയ്തത് വൈഷ്ണവി ആയിരുന്നു. എന്നാൽ അന്ന് സായ് കുമാർ അതിന് സമ്മതിച്ചില്ല. പഠിത്തമൊക്കെ കഴിഞ്ഞൊന്ന് സെറ്റായിട്ട് അഭിനയത്തിലേക്ക് കടന്നാൽ മതി എന്നതായിരുന്നു സായ് കുമാർ മകളോട് പറഞ്ഞത്. അത് പിന്നെ സിനിമയെ കുറിച്ച് എല്ലാം അറിയുന്ന ഒരു അച്ഛൻ മകളോട് അങ്ങനെ തന്നെ പറയൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പിന്നീട് വൈഷ്ണവിയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞു സെറ്റിൽഡ് ആയി. പിന്നീട് കല്യാണവും കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ സീരിയലുകളിൽ സജീവമായത്. സായ് കുമാറുമായി പിരിഞ്ഞതിന് ശേഷം ആദ്യ ഭാര്യയായിട്ടുള്ള പ്രസന്ന കുമാരിക്ക് പിന്നീട് ക്യാൻസർ ബാധിക്കുകയുണ്ടായി. അന്ന് അമ്മയെ ചികിത്സിക്കാനും മറ്റുമായി വൈഷ്ണവി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. സായ് കുമാർ പക്ഷെ അന്നൊന്നും അമ്മയും മക്കളും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് പറയുന്നത്. എന്തിനു പറയുന്നു, വൈഷ്ണവിയുടെ കല്യാണത്തിന് പോലും സായ് കുമാർ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ബിന്ദു പണിക്കരുടെ ആദ്യ മകളായിട്ടുള്ള കല്യാണിയുമായി സായ് കുമാർ നല്ല അടുപ്പത്തിലാണ്. കല്യാണി 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് സായ് കുമാറും ബിന്ദു പണിക്കറും ഒന്നിക്കുന്നത്. അത്രയും ചെറുപ്പത്തിൽ തന്നെ സായ് കുമാറിന്റെ കൂടെ കല്യാണി ഉണ്ട്. കല്യാണിക്ക് ചെറുപ്പത്തിൽ അച്ഛൻ നഷ്ടപ്പെട്ടതാണ്. സായ് കുമാറാണ് പിന്നീട് അവർക്ക് അച്ഛനായി മാറിയത്, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കിയത്. അപ്പൊ പിന്നെ അവർ തമ്മിൽ നല്ല ബോണ്ട് ഉണ്ടായതിൽ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ കാണുന്നത് എന്താ, സ്വന്തം മോളെ തിരിഞ്ഞു നോക്കാതെ 2ാം ഭാര്യയുടെ മോളുടെ കൂടെ ജോളി അടിച്ച് നടക്കുന്ന ഒരു അച്ഛൻ സ്വന്തം മോളുടെ കല്യാണത്തിന് പോലും പോയില്ല. അങ്ങനെ ആവുമ്പോൾ ആളുകൾ വിമർശിക്കുന്നത് സ്വാഭാവികം. സായ് കുമാറും ബിന്ദു പണിക്കറും തമ്മിലുള്ള ബന്ധവും ആദ്യകാലങ്ങളിൽ വിവാദമായിരുന്നു. സിനിമയിലെ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടുള്ള ബിജു ആയിരുന്നു ബിന്ദു പണിക്കറുടെ ആദ്യ ഭർത്താവ്. ഇദ്ദേഹം അസുഖബാധിതനായാണ് മരിച്ചത്. പക്ഷേ സായ് കുമാറും ബിന്ദു പണിക്കറും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി അവർ രണ്ടുപേരും കൂടെ ബിജുവിനെ കൊന്നതാണെന്നുള്ള രീതിയിൽ ഗോസിപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. താങ്കളുടെ റിലേഷൻ പോലും ആ ഗോസിപ്പിൽ നിന്നുണ്ടായതാണെന്നാണ് ബിന്ദു പണിക്കറും സായ് കുമാറും പറയുന്നത്. ബിജു മരിച്ചതിന് ശേഷം ബിന്ദു പണിക്കറും സായ് കുമാറും മറ്റ് ആർട്ടിസ്റ്റുകളും എല്ലാം പങ്കെടുത്ത ഒരു സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു. അമേരിക്കയിൽ വെച്ചായിരുന്നു പരിപാടി. ആദ്യം ഈ പരിപാടിക്ക് ബിന്ദു പണിക്കർ ഉണ്ടായിരുന്നില്ല. വേറെ ഏതോ നടിയുടെ പാസ്പോർട്ട് ശരിയാവാത്തത് കാരണം പകരമായി നടത്തിപ്പുകാർ ബിന്ദുവിനെ കോൺടാക്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അന്ന് ബിജു മരിച്ചിട്ട് 8 മാസമേ ആയുള്ളൂ. ബിജുവിന്റെ വേർപാടിൽ ഉണ്ടായ ദുഃഖത്തിൽ ഒന്ന് റിലാക്സ് ആവട്ടെ എന്ന് കരുതി ബിന്ദുവിന്റെയും ബിജുവിന്റെയും വീട്ടുകാർ തന്നെയാണ് ബിന്ദുവിനെ അമേരിക്കയിലെ പരിപാടിക്ക് പോകാൻ നിർബന്ധിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെ അമേരിക്കയിലെ പരിപാടിക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും നാട്ടിലെ ചില സിനിമാ വാരികകളിൽ സായ് കുമാറും ബിന്ദു പണിക്കറും തമ്മിൽ പ്രണയത്തിൽ എന്ന രീതിയിലുള്ള ഗോസിപ്പുകൾ വരാൻ തുടങ്ങി എന്നാണ് സായ് കുമാർ പറയുന്നത്. ആ സമയത്ത് സായ് കുമാറിന് ഭാര്യയായിട്ടുള്ള പ്രസന്ന കുമാരിയുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുടുംബജീവിതം അത്ര സുഖകരമായിരുന്നില്ല. അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള ഗോസിപ്പ് കൂടെ പ്രചരിച്ചതോടെ പ്രസന്ന കുമാരി എന്താക്കി, നടൻ ഇന്നസെന്റിനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. സായും ബിന്ദുവും തമ്മിൽ ബന്ധമുണ്ടെന്ന് എല്ലാവരും പറയുന്നു. ഇതിൽ വല്ല സത്യവും ഉണ്ടോ എന്നാണ് പ്രസന്ന ഇന്നസെന്റിനോട് ചോദിച്ചത്. ഇന്നസെന്റ് എന്താക്കി നേരെ മോഹൻലാലിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അങ്ങനെ മോഹൻലാലാണ് ഇതിന്റെ സത്യാവസ്ഥ തിരക്കിക്കൊണ്ട് സായ് കുമാറിനെ വിളിക്കുന്നത്. ആ സംഭവത്തെ കുറിച്ച് സായ് കുമാർ തന്നെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് ഷൂട്ടിങ്ങിന് നിൽക്കുന്ന സമയത്ത് എൻ്റെ മൊബൈലിൽ ഒരു കോള് ഞാൻ നോക്കുമ്പം ഈ സാറ്റലൈറ്റ് ഫോണാണ്. പക്ഷെ ഇത് ആരാന്ന് വെച്ചാൽ പറഞ്ഞാൽ സിദ്ദിഖാണ്. സിദ്ദിഖ് എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എവിടെയാണ്? ഞാൻ നിന്നെ ഷൂട്ടിംഗ് സ്ഥലത്ത് എന്ന് പറഞ്ഞു. ഞാൻ ചെന്താ നീ എവിടെയാണ് വിളിക്കുന്നത്? ഇതേത് നമ്പർ എന്ന് ചോദിച്ചു. എടാ ഇത് ലാലിൻ്റെ ഫോണാണ്, കാർഗിൽ നിന്നാണ്. അപ്പോൾ ഞാൻ മനസ്സിലായി, ഓ ദൈവം ഇനി കാർഗിൽ മേജർ രവി സാറിൻ്റെ പടം നടക്കുക. അപ്പോൾ ഞാൻ ഇനി കാർഗിലിൽ വിളിച്ചിട്ട് ഞാൻ ഇനി ഇവിടുന്ന് പണ്ടാരം കൂടെ ചുറ്റിപ്പറക്കി ഇനി കാർഗിൽ വരെ പോകേണ്ടി വരുമോ എന്ന് വെച്ചപ്പോൾ ഞാൻ ലാലിന് കൊടുക്കാമെന്ന് കൊടുത്തപ്പോഴാണ് ലാൽ ചോദിച്ചാൽ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ കേൾക്കുന്നു പറഞ്ഞാൽ എന്താ ബിന്ദുവായിട്ട് ഇങ്ങനെ എന്തോ സംഭവമാണെന്ന് ഞങ്ങളുടെ വൈഫ് ഇന്നസെൻ്റ് ആയിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഇന്നസെൻ്റ് എന്നെ വിളിച്ചിരുന്നു. അതെന്താണെന്ന് അറിയാനാണ് ഞാനും ഇപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അല്ല എന്നാൽ ഇത് കേട്ടപ്പോൾ ഞാൻ ശരിയാണ്, കേൾക്കുമ്പോൾ വിളിക്കുന്നത് ശരിയാണ്, പക്ഷേ എനിക്കറിയില്ല. അങ്ങനെ അവർക്കുണ്ടെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്? എൻ്റെ മനസ്സിലില്ല. അങ്ങനെ തോന്നുകയാണെങ്കിൽ ഞാൻ അടുത്ത് പറയാം എന്ന് പറഞ്ഞു. ശരി ഇന്നൊരു ഫോൺ വെച്ചു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു.
ആ സംഭവത്തിന് ശേഷമാണ് ഞാൻ പിന്നെ നോക്കിയപ്പോഴാണ് വെള്ളിയ ക്ഷേത്രത്തിൽ നിന്ന് അപ്പോഴത്തേക്കും ഓക്കെ, ഇങ്ങനെ വല്ലവരും പറഞ്ഞാണ് താൻ പോലും ഈ സംഭവത്തെ കുറിച്ച് അറിയുന്നതെന്നാണ് സായികുമാർ പറയുന്നത്. ഞാൻ ആലോചിക്കുന്ന അതല്ല, സിനിമാ വാരികയിൽ വന്ന ഗോസിപ്പ് കണ്ടപാടേ ഭാര്യ അത് വിശ്വസിച്ചു. എന്നിട്ട് നേരെ ഇന്നസെന്റിനെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ് അല്ലേ? അവർക്കിടയിൽ എന്താണ് നടന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ സായികുമാറും ബിന്ദു പണിക്കറും കൂടി പറയുന്ന ആ കഥ അങ്ങ് പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ബാക്കിക്കൂടി കേട്ടോക്കാം. എന്റെ നേരെ താഴ്ന്ന സിസ്റ്റർ കൊട്ടാരക്കര താമസിക്കുന്നത്. ഞാൻ ഒരു ദിവസം അമ്മയെ കാണാനായിട്ട് അവിടെ ചെന്നപ്പോൾ ശോഭയ അല്ലല്ല ബീന എന്ന് പറഞ്ഞിട്ട്, അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, മോനെ ഇങ്ങനൊരു സംഭവം കേൾക്കുന്നല്ലോ. ഞാനും കേൾക്കുന്നമ്മ പറഞ്ഞു, എന്താ അതിനകത്ത് അതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ഞാൻ പറഞ്ഞു, ഇപ്പം അമ്മയടുത്ത് സംസാരിക്കുന്ന നിമിഷം വരെ ഇല്ല, നീ നാളെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ നിമിഷം വരെ ഇല്ല. അമ്മ പറഞ്ഞു, അങ്ങനെ നീ കാരണം ഒരു പെണ്ണിന് ബുദ്ധിമുട്ടുണ്ടാവരുത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ അടുത്ത് നേരിട്ട് പോയി സംസാരിച്ച് അതെന്താണെന്ന് വെച്ചാൽ തീരുമാനം പറയണം, അല്ലാതെ വെറുതെ അവർക്കൊരു ബുദ്ധിമുട്ടാവരുത്. നിനക്കതെങ്ങനെ ഒത്തുത്തിരിച്ചങ്ങ് പോവാം, പക്ഷെ അവർക്ക് അങ്ങനെ അല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് കൂടി അവർ കൊണ്ടുവന്ന് എനിക്ക് ഡിവോഴ്സിന് കൊടുത്തു. ഞാൻ ഈ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് അഡ്വക്കേറ്റാണ്. അപ്പോൾ ഞാൻ കൊട്ടാരയിൽ ചെന്നപ്പോൾ എനിക്ക് അയാളെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഈ ഫാമിലി കോർട്ടിൽ എന്തോ ആവശ്യത്തിന് പോയത്. അപ്പോൾ അയാൾ ഓഫീസ് അന്വേഷിച്ച് പറഞ്ഞു ഇവിടെ ഉണ്ട് കേട്ടാന്ന്. അപ്പോൾ അത് തൊട്ടടുത്താണ് കൊട്ടാരക്കര. അപ്പോൾ ഞാൻ അവിടെ കയറിയിട്ട് ഞാൻ കൃഷ്ണകുമാറിനെ വിളിച്ചു. കൃഷ്ണകുമാർ ഇറങ്ങി വന്നു, കാര്യം സംസാരിച്ച് കൃഷ്ണകുമാർ എൻ്റെ വണ്ടിക്ക് കയറിപ്പോയി. ഇതാരോ പറഞ്ഞു കൊടുത്തു ഞാൻ ഫാമിലി കോർട്ടിലുണ്ട്, ഡിവോഴ്സിനെ കണ്ടാണെന്ന് തോന്നുന്നു. അത് വാർത്ത വന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ അവർ കൊടുത്തു. അത് കൊടുത്തിട്ട് ഒരു പേപ്പർ എനിക്ക് വരുമ്പോഴാണ് എനിക്ക് ഡിവോഴ്സിന് കത്ത് വരുന്നത് ഞാൻ അറിയുന്നത്. പിന്നെ അതങ്ങോട്ട് മുമ്പോട്ട് പോയപ്പോൾ ഞാൻ വെച്ചാൽ പിന്നെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ചില ഭിന്നതകൾ ഉണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങേക്ക് ഷൂട്ടിങ്ങിന് പോലും പറ്റാത്ത തരത്തിൽ അങ്ങേ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. ആ കഥയിലേക്ക് പറയണ്ട. അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. വെച്ചാൽ നമുക്ക് ഒന്നിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വയ്യാതെന്ന് പറയുന്നത്. നമ്മൾ ആ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് മൊത്തത്തിൽ കുറ്റപ്പെടുത്തിയിട്ട് ഞാൻ വളരെ പുണ്യവാളനാണെന്ന രീതിയിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. മനസ്സിലായി. മറ്റൊരാൾക്ക് ചിലപ്പോൾ അത് സ്വീകാര്യമായിരിക്കാം. പിന്നെ ഇതങ്ങ് പോയി ഡിവോഴ്സിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ പോയി സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അളിയനും പെങ്ങളും പറഞ്ഞു ഞങ്ങൾ പോയി അവരുടെ വീട്ടിൽ സംസാരിക്കട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഗോസിപ്പിൽ തുടങ്ങിയൊരു ബന്ധം കല്യാണം വരെ എത്തിയെന്ന് ചുരുക്കം. പണ്ട് ദിലീപ് കാവ്യ മാധവനെ കല്യാണം കഴിച്ച സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കാരണം ഒരുപാട് ചീത്തപ്പേരുകൾ കേൾക്കേണ്ടി വന്നൊരു പെൺകുട്ടിയാണ് കാവ്യ, അതുകൊണ്ടാണ് അവളെ കല്യാണം കഴിക്കുന്നത് എന്ന്. ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് സായികുമാറും പറഞ്ഞത് അല്ലേ? നീ കാരണം ആ പെൺകുട്ടിക്ക് ചീത്തപ്പേരുണ്ടാവരുത് എന്ന് അമ്മ പറഞ്ഞു. അതിനിടയിൽ പ്രസന്ന ഡിവോഴ്സും കൊടുത്തു. അങ്ങനെയാണ് ബിന്ദുവിനെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത് എന്നാണ് സായികുമാർ പറഞ്ഞു വെക്കുന്നത്. എന്തേലും ആവട്ടെ, ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ സായികുമാർ ഇങ്ങനെ ബിന്ദു പണിക്കരെ കല്യാണം കഴിച്ചു പോയപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലായത് മകൾ വൈഷ്ണവി. അച്ഛനെ നഷ്ടപ്പെട്ടു, അമ്മ രോഗിയായി. അച്ഛനാണെങ്കിൽ ബിന്ദു പണിക്കരുടെ മോളെ സ്വന്തം മോളെ പോലെ കൊണ്ടു നടക്കുന്നു. ഇതെല്ലാം കാണേണ്ടി വന്ന വൈഷ്ണവിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ വൈഷ്ണവി ഇന്ന് വരെ എവിടെയും അച്ഛനെ കുറിച്ച് മോശമായി സംസാരിച്ചില്ല കേട്ടോ. സായികുമാറിനെ കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം നല്ലത് മാത്രമേ അവൾ പറയാറുള്ളൂ. അമ്മയേക്കാൾ ഇഷ്ടം അച്ഛനോടായിരുന്നു എന്ന് വരെ വൈഷ്ണവി പറഞ്ഞിട്ടുണ്ട്. ഇനി കല്യാണമായിട്ടുള്ള സായികുമാറിന്റെ ബന്ധത്തെ കുറിച്ച് ബിന്ദു പണിക്കർ സംസാരിക്കുന്നുണ്ട്. അതും കൂടി കേട്ട് നിർത്താം. മോക്ക് എത്ര വയസ്സുണ്ടായിരുന്നപ്പോ? മോള് 2ാം ക്ലാസ് പഠിക്കുന്നു. അപ്പൊ നിങ്ങളെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ മോളുടെ കാര്യം എന്തെങ്കിലും കണ്ടീഷൻ വെച്ചില്ലേ? മോളെ നോക്കണം പറയേണ്ടി വന്നോ? എനിക്കങ്ങനെ പറയേണ്ടി വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അവളോട് പറയണ്ട അവളെ നോക്കിക്കോണം. ഇപ്പൊ എല്ലാരും അവളെ സത്യം പറഞ്ഞ പലരും ഇത് സച്ചിന്റെ മോളിൽ എന്റെ മോളെ വിശ്വസിക്കില്ല. അതാണ് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. ഒരുപക്ഷെ ഞാനാണെങ്കിൽ പോലും എനിക്ക് ഈ ഭാഗ്യം എന്ന് പറയുന്ന അടുത്ത ട്രോള് വരും. ഓ അവനവന്റെ കൊച്ചിനെ കളഞ്ഞിട്ട് ഇപ്പം വല്ലവന്റെ കൊച്ചിനെ അതിപ്പോ അല്ലെങ്കിലും പറയണില്ലേ അതൊക്കെ നോക്കി ഞാൻ എന്റെ ഉള്ളിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പോലും ചിലപ്പം വേറൊരാളുടെ മകളെ അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല. അപ്പൊ അക്കാര്യത്തിൽ ഞാൻ പറയാം, എനിക്ക് ദൈവം അനുഗ്രഹിച്ചത് അവര് കല്ലുവായാലും അച്ഛനായാലും. ഇവിടെ സായികുമാർ തന്നെ പറയുന്നുണ്ടല്ലേ, സ്വന്തം മോളെ തിരിഞ്ഞു നോക്കാതെ വല്ലവിന്റെയും മോളെ കൊണ്ട് നടക്കുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. ശരിയാണ്, പറയും. ഭാര്യയല്ലേ ഡിവോഴ്സ് ചെയ്തിട്ടുള്ളൂ, മോൾ അവിടെ തന്നെ ഇല്ലേ? അവൾ എന്ത് പേച്ചു? സ്വന്തം മോളെ തിരിഞ്ഞു നോക്കാതിരിക്കാൻ പാടുണ്ടോ? ബിന്ദു പണിക്കരുടെ മോളെ നന്നായി നോക്കണം, അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ സ്വന്തം മോളും കൂടെ അപ്പുറത്തുണ്ട് എന്ന ചിന്തയും കൂടെ സായികുമാറിന് വേണമായിരുന്നു എന്ന് മാത്രം. ഒട്ടുമിക്ക കപ്പിൾസും സെപ്പറേറ്റഡ് ആകുമ്പോൾ മക്കൾ മിക്കവാറും അമ്മയുടെ കൂടെ ആയിരിക്കും പോകുന്നത് എന്ന് കരുതി അച്ഛന്മാർ അവരെ പിന്നീട് തിരിഞ്ഞു നോക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാണ് അത് വളരെ മോശമാണ്. എന്തായാലും കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? സായികുമാർ ചെയ്തത് ശരിയാണോ? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.